ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ മഴക്കാലമാണ്. വെറും മഴക്കാലം എന്ന് പറഞ്ഞാൽ പോരാ, പെരുമഴക്കാലമാണ്. പക്ഷേ ചെടികൾ നട്ടുപിടിപ്പിക്കാനും മാറ്റി നടാനുമൊക്കെ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. തുടർച്ചയായ മഴ കൊണ്ട് നമ്മുടെ റോസാ ചെടികൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മഴക്കാലത്ത് റോസാ ചെടികളെ കൊമ്പുകോതി ഒതുക്കി നിർത്തി വളർത്തണം. അപ്പോൾ ഇതുപോലെ പൂവൊക്കെ കൊഴിയുന്ന കമ്പുകളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വെട്ടിക്കളയാം. ഇത് കണ്ടോ, പൂ വന്നിട്ട് പോയതാണ്. ഇതിനെ നമ്മളിങ്ങനെ നിർത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ ഫംഗസ് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു 2-3 ഇല പുറകിലേക്ക് മാറ്റി വേണം നമ്മളതിനെ മുറിച്ച് കളയാൻ. അതേപോലെ ഈ 2 കമ്പും ഇതിലാണ് 2 പൂവുണ്ടായിരുന്നത്, നമുക്ക് മാറ്റാം. ഈ മുറിച്ചെടുക്കുന്ന കമ്പുകൾ വേണമെങ്കിൽ പുതിയ തൈകളായി വളർത്താനായിട്ടും ഉപയോഗിക്കാം. അതുപോലെ ഞാൻ ഈ കമ്പും കൂടെ മുറിച്ച് കളയുക, കാരണം ഇതിങ്ങനെ പുറത്തേക്ക് വളർന്നു വരുന്നത് കൊണ്ടാണ്. ഇതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളൊക്കെ പിടിച്ച കമ്പുകളുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ റോസാ ചെടികളിൽ ചില കമ്പുകളൊക്കെ ഉണങ്ങിയിട്ടൊക്കെ നിൽക്കും. അങ്ങനെയുണ്ടെങ്കിൽ അതും നമുക്ക് മുറിച്ച് കളയാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഈ ചെടിയുടെ ചില കമ്പുകളൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഉണങ്ങിയ കമ്പുകളൊക്കെ നമുക്കങ്ങ് മുറിച്ച് മാറ്റാം. അതുപോലെ ഇലകളൊക്കെ ഇങ്ങനെ പഴുത്ത് കൊഴിഞ്ഞു പോയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള കമ്പുകളൊക്കെ നമ്മൾ മാറ്റി കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഇതൊക്കെ മാറ്റിയിട്ട് കണ്ടോ, ഇങ്ങനെയുള്ള ഉണങ്ങിയ കമ്പുകളൊക്കെ നമ്മൾ മുറിച്ച് മാറ്റുന്നത്, അല്ലെങ്കിൽ ഫംഗസ് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണേ. അപ്പോൾ ചെടി നല്ല വൃത്തിയായില്ലേ. അതുപോലെ ഇതുപോലെ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതും മാറ്റിക്കോണം. ഇതിൻ്റെ പൂ കൊഴിഞ്ഞു പോയി. കളകൾ മാറ്റിക്കോണം. കളകൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർ കീടങ്ങളെ വിളിച്ചു വരുത്തും. ഇതുപോലെ ഇങ്ങനെ നീളം കൂടിപ്പോയത് കൊണ്ട് ഈ ചെടി ഇങ്ങനെ മറിഞ്ഞു പോയതാണേ. അപ്പം ഞാൻ ഓർത്തു നല്ല നല്ല കിളിർപ്പുകളൊക്കെ വരികയാണ്, അപ്പോൾ അതിൻ്റെ ശേഷം നമുക്കത് വെട്ടിക്കളയാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നീണ്ടു വരുന്ന കമ്പുകളുണ്ടല്ലോ, പൂ വന്ന് കൊഴിഞ്ഞു പോയതാണ്. ഇത്തരത്തിലുള്ള കമ്പുകൾ, റോസയുടെ കമ്പുകൾ മുറിക്കുമ്പോഴൊക്കെ തന്നെ നമ്മളിത് ചെറുതായിട്ടൊന്ന് ചെരിച്ച് വെട്ടാനായിട്ട് ശ്രമിക്കണം, മഴക്കാലത്ത് പ്രത്യേകിച്ച്. കാരണം ഇങ്ങനെ ചെരിച്ചാണ് വെട്ടുന്നതെങ്കിൽ ഇവിടെ വെള്ളം തങ്ങി നിൽക്കുകയില്ല. വെള്ളം വീണാൽ തന്നെ അത് ഒഴുകിപ്പോക്കോളും. അപ്പോൾ കമ്പുകൾ മുറിക്കുന്നത് എപ്പോഴും നല്ലോണം ചെരിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇതുമൊക്കെ വെട്ടാം. പക്ഷേ ഇങ്ങനെ വെട്ടിയെടുക്കുന്ന കമ്പുകളൊക്കെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. മഴക്കാലത്ത് കീടങ്ങളുടെ ഉപദ്രവം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഫംഗസുകൾ പിടിക്കുമ്പോഴാണ് നമ്മളുടെ റോസാ ചെടിയുടെ ഇലകളിലെല്ലാം കറുത്ത കുത്തുകുത്തുകൾ പോലെയൊക്കെ വന്നിട്ട് ഇലകൾ പൊഴിഞ്ഞു പോകും. അതുപോലെ ഇലകൾ മഞ്ഞ നിറത്തിലായി കാണിക്കാം. ഇതുപോലെ കണ്ടോ, മഞ്ഞ നിറത്തിലായിട്ട് ഇലകൾ പൊഴിഞ്ഞു പോവുക. ഇതൊക്കെ ഫംഗസിൻ്റെ ശല്യം കൊണ്ട് ഉണ്ടാകുന്ന വിഷയങ്ങളാണ്. അതിന് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഫംഗിസൈഡും അതുപോലെ കീടനാശിനിയും മാറി മാറി ഉപയോഗിക്കണം. ഞാൻ ഉപയോഗിക്കുന്ന ഫംഗിസൈഡ് കാണിച്ചു തരാവേ. ഞാൻ ഉപയോഗിക്കുന്ന ഫംഗിസൈഡ് സാഫാണേ. അപ്പം സാഫിൻ്റെ സാഫിൻ്റെ പേരും കൂടുമൊക്കെ ഞാൻ കാണിക്കുന്നുണ്ടെങ്കിലും ഞാനിതിൻ്റെ പെയ്ഡ് പ്രൊമോഷൻ നടത്തുവാണെന്നൊന്നും നമ്മുടെ കൂട്ടുകാർ വിചാരിച്ചേക്കരുതേ. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു 2 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കുവാണേ. അങ്ങനെ ഒരു 2 ഗ്രാം സാഫ് എടുത്ത് 1 ലിറ്റർ വെള്ളത്തിനകത്ത് നല്ലതുപോലെ കലക്കി എടുത്തിട്ട് ഈ സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ഞാൻ എടുക്കുക ചെയ്യുന്നത്. അപ്പം ഇനി അടിയാതെ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊഴിച്ചിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. സാഫ് നല്ലപോലെ വെള്ളത്തിനകത്ത് ലയിക്കുന്ന ഒരു ഫംഗിസൈഡാണ്. അപ്പം ഞാൻ ഇതുപോലെ ബോട്ടിലിനകത്ത് നിറച്ചിട്ട് കാണിക്കാവേ. ഇനി ഇത് ചെടികളുടെ എല്ലാ ഭാഗത്തും വീഴത്തക്ക രീതിയിൽ, ഇലയുടെ മുകളിലും താഴെയും ഒക്കെ വീഴത്തക്ക രീതിയിൽ നമുക്ക് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പൂമുട്ടുകളിലും ഒക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒരു കുഴപ്പമില്ല, ഭയങ്കര നല്ലതാണ്. അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഈ ചെടിയുടെ ചോട്ടിലൊക്കെ പലതരത്തിലുള്ള കളകളൊക്കെ വളർന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കളകൾ നിന്ന് കഴിഞ്ഞാൽ ആ കളകൾ നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്ന വളം വലിച്ചെടുക്കും. മാത്രമല്ല കീടങ്ങളെ ചെടിയുടെ ചുവട്ടിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. ഇതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന ചെടികളിൽ മീലിമൂട്ടകളും അതുപോലെ മറ്റു പല കീടങ്ങളും പറ്റിയിരുന്ന് നമ്മുടെ ചെടിയിൽ രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടും. മഴക്കാലത്ത് ചെടികളുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നതാണ്
ഏറ്റവും ചെടികൾക്ക് ദോഷകരമായ കാര്യം. അപ്പോൾ നമ്മളുടെ ചെടിച്ചട്ടികളിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി എങ്ങാനും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ചെടിച്ചട്ടിയിൽ, എല്ലാ ചെടിച്ചട്ടികളിലും തന്നെ വെള്ളം ഒഴുകി പോകുന്നതിനുള്ള ഹോൾസ് ഇട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഹോൾസ് ഇട്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിർബന്ധമായും ഹോൾസ് ഇട്ട് കൊടുക്കണം. ഉള്ളവരാണെങ്കിൽ പോലും ചിലപ്പം ഡ്രെയിനേജ് ഹോൾസ് അടഞ്ഞു പോയിട്ടായിരിക്കും, അല്ലെങ്കിൽ വലിപ്പം കുറഞ്ഞു പോയിട്ടായിരിക്കും അങ്ങനെ വെള്ളം കെട്ടി നിൽക്കാനുള്ളൊരു സാധ്യതയുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഡ്രെയിനേജ് ഹോളുകൾ വൃത്തിയാക്കി അതിനകത്തുനിന്ന് വെള്ളം വാർന്നു പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. ഒരു ക്ഷമാപണത്തോടു കൂടിയാണ് ഇനിയുള്ള ഭാഗം ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണോ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മൈക്ക് കംപ്ലൈൻറ്റ് വന്ന് സൗണ്ട് കളക്ട് ചെയ്യാതായി. അപ്പം ഞാനത് വീണ്ടും സൗണ്ട് കൊടുത്തിരിക്കുക ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ചെടിയുടെ ചുവട്ടിൽ റോസയ്ക്ക് പ്രത്യേകിച്ച് മഴക്കാലത്ത് ജൈവവളങ്ങളും അതുപോലെ പച്ചക്കറി വേസ്റ്റുകളും ഒക്കെ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് പലതരത്തിലുള്ള ഫംഗസ് രോഗങ്ങളും ഉണ്ടാക്കാൻ കാരണമായി തീരും. അപ്പം ഞാൻ ചെയ്യുന്ന വളം കാണിച്ചു തരാവേ. ഇത് 19-19-19 എന്ന് പറയുന്ന വളമാണ്. അപ്പോൾ അത് വളരെ വേഗത്തിൽ ചെടിയുടെ ചുവട്ടിൽ അലിഞ്ഞു ചേരുന്നതാണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെടിയുടെ ചുവട് ഇതുപോലെ നല്ല ഭംഗിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഈ ചെടിച്ചട്ടിയോട് ചേർന്ന്, ചെടിയുടെ ചുവട്ടിൽ നിന്ന് വളരെ മാറി ചെടിച്ചട്ടിയോട് ചേർന്ന് ഒരു 1/4 ടീസ്പൂൺ, അതല്ലെങ്കിൽ വേണ്ട, നമുക്കൊരു 3 വിരലുകൾ ചേർത്ത് പിടിച്ച് ഒരു പിഞ്ച് വളമെടുത്ത് മണ്ണിൽ ചേർത്ത് മണ്ണിട്ട് മൂടി കൊടുക്കാം. മഴയില്ലാത്ത സമയമാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം കൂടെ തളിച്ചു കൊടുക്കണം. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മഴ തുടർച്ചയായിട്ടുള്ള സമയമാണെങ്കിൽ അതിൻ്റെ ആവശ്യവും ഇല്ല. ഇതൊരു റോസയുടെ തൈ ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. കഴിഞ്ഞ കൊടും വേനൽ സമയത്ത് എൻ്റെ ചില റോസ ചെടികളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൽ ഒരു റോസ ചെടിയിലേക്ക് നമുക്ക് ഈ ചെടിയെ നട്ടുവെക്കാം. അപ്പം റോസ ചെടി നഷ്ടപ്പെട്ടതിന് ശേഷം അതിനകത്ത് ഞാൻ വീണ്ടും പുതിയ മണ്ണ് നിറച്ചൊക്കെ വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ഈ റോസാ ചെടിയുടെ ഇലകൾ കണ്ടാൽ റോസ വളർത്തുന്നവർക്ക് മനസ്സിലാകും ഇത് ഏതിനം റോസ ചെടിയാണെന്നേ. അത് തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പം ഞാൻ ആ മണ്ണ് ഒന്ന് നല്ലവണ്ണം വീണ്ടും ഇളക്കുവാണ്. അപ്പം മണ്ണ് കട്ട പിടിച്ച് പോകാത്ത പാകത്തിൽ നല്ലോണം ചകിരിച്ചോറും അതുപോലെ ഉമിയും ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ എല്ലാ ചെടികളും നട്ടുപിടിക്കുന്ന പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് നല്ലൊരു കുഴി ഉണ്ടാക്കിയിട്ട് നടുക്ക് ഭാഗത്ത് ആ മണ്ണിനെ ഞാൻ കോരി മുകളിലോട്ട് വെക്കുവാണേ. കാരണം നമുക്ക് ഈ ചെടി വെച്ച് കഴിയുമ്പോൾ അതിലേക്ക് വെക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ പ്ലാസ്റ്റിക് കവറൊന്ന് പൊട്ടിച്ച് നോക്കട്ടെ ഇതിനകത്തിരിക്കുന്ന മണ്ണ് എങ്ങനെയുണ്ടെന്ന്. ചില നഴ്സറിക്കാരാണെങ്കിൽ തൈകൾ നട്ടുപിടിപ്പിക്കുന്നത് നല്ല ഇളക്കമുള്ള മണ്ണിലായിരിക്കും. അപ്പോൾ അത് നമുക്കറിയണമെങ്കിൽ ഇതിൻ്റെ മണ്ണ് നമ്മൾ ഞെക്കി ഉടച്ചു കൊടുത്ത് നോക്കണം. അപ്പോൾ ഇത് ഞാൻ ഉടയ്ക്കാനായിട്ട് നോക്കിയപ്പം നല്ല കട്ടി പിടിച്ചിരിക്കുന്ന മണ്ണാണേ. കണ്ടോ, ഇത് സ്ഥിരമായി മഴ നനഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ അനങ്ങത്തില്ല. കണ്ടോ, നമ്മളതിൻ്റെ കുറച്ചും കൂടെയൊക്കെ മണ്ണ് ഇതേപോലെ അടർത്തി മാറ്റി. അതും വേര് പൊട്ടിപ്പോകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ കുറച്ച് ഭാഗത്തെ മണ്ണൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്നാണെന്നറിയോ, നല്ലവണ്ണം അതിൻ്റെ ചുവട്ടിലെ മണ്ണി ഒന്ന് ഞെക്കി ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ വേരുകൾ നമ്മൾ വെക്കുന്ന പുതിയ പാത്രത്തിലെ മണ്ണിലേക്ക് വ്യാപിക്കാൻ എളുപ്പമുണ്ട്. അപ്പം ഞാൻ ഇതേപോലെ കുറച്ച് മണ്ണ് വെച്ചിട്ട് ഇതിനകത്തേക്ക് വെച്ച് ബാക്കി മണ്ണുകൾ ചുവട്ടിലേക്ക് കൂട്ടിക്കൊടുക്കുവാണേ. ഇനി അവർ അതവിടെ നിന്ന് വളർന്നു വരട്ടെ. കണ്ടോ, ഇപ്പം മഴക്കാലമായതുകൊണ്ട് ചോട് പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ പലപ്പോഴും പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ റോസാ ചെടികൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അവ നഷ്ടപ്പെട്ടു പോകാതെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പല കാര്യങ്ങളായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.